ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ടോപ്പ് 20 ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും LDC മെയിൻസിനായാലും +2 മെയിൻസിനായാലും എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുൻപേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും മുൻവർഷ ചോദ്യങ്ങളും വിത്ത് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LD ക്ലർക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് 2 2019 കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ലിറ്റിൽ ഈസ്. ലിറ്റിലിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താണ് എന്നുള്ളതാണ്. ഏതാണ്? എല്ലാവർക്കും അറിയുന്നതാണ്, ലെസ് ആണ് കേട്ടോ. കമ്പാരിറ്റീവ് ഫോം ഓഫ് ലിറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ആണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദി വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദി ഗിവൺ വേർഡ് എക്സ്ട്രിക്കേറ്റ്. എക്സ്ട്രിക്കേറ്റ് എന്ന് പറയുന്ന മീനിങ് വരുന്ന വേർഡ് ഏതാണ് എന്നുള്ളതാണ്. താഴെ തന്നിട്ടുള്ളത് ഫ്രീ ആണ്. എക്സ്ട്രിക്കേറ്റിൻ്റെ മീനിങ് എന്താണ് വരുന്നത്? ഫ്രീ ആണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ളത് ഏതാണ്? ആംബിഗ്വിറ്റി ആണ് കേട്ടോ. ആംബിഗ്വിറ്റിയുടെ സ്പെല്ലിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കുക. ഐ കാനോട്ട് ഡാഷ് ഹിസ് ബിഹേവിയർ. ഐ കാനോട്ട് ഡാഷ് ഹിസ് ബിഹേവിയർ. എന്താണ്? എനിക്ക് അവൻ്റെ ബിഹേവിയർ സഹിച്ചില്ല, അല്ലേ? സഹിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് വരിക? പുട്ടപ്പ് വിത്ത് ആണ് കേട്ടോ. പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ സഹിച്ചു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഐ കാനോട്ട് പുട്ടപ്പ് വിത്ത് ഹിസ് ബിഹേവിയർ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പുട്ടപ്പ് വിത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓഫ് ദി സെയിം ടൈപ്പ് ദാറ്റ് ലീവ് ആൻഡ് ഫീഡ് ടുഗദർ ഈസ് നോൺ ആസ്. എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓഫ് ദി സെയിം ടൈപ്പ് ദാറ്റ് ലീവ് ആൻഡ് ഫീഡ് ടുഗദർ ഈസ് നോൺ ആസ്. എന്താണ്? ഒരേ ടൈപ്പിലുള്ള മൃഗങ്ങൾ, അല്ലേ? ലീവ് ചെയ്യുന്നതും ഫീഡ് ചെയ്യുന്നതും ഒരുമിച്ചിട്ടാണ്. അങ്ങനെയുള്ള മൃഗങ്ങളുടെ ഗ്രൂപ്പിനെ പറയുന്നതാണ് ഹേർഡ്. ഓക്കെ, ഹേർഡ് എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓഫ് ദി സെയിം ടൈപ്പ് ദാറ്റ് ലീവ് ആൻഡ് ഫീഡ് ടുഗദർ ഈസ് നോൺ ആസ് ഹേർഡ്. അടുത്ത ചോദ്യം നോക്കുക. റിപ്പോർട്ട് ദി ഫോളോയിങ് സെൻറ്റൻസ്. റിപ്പോർട്ട് ദി ഫോളോയിങ് സെൻറ്റൻസ്. രാജു സേയ്സ് ഐ ആം എ ഫാർമർ. രാജു സേയ്സ് ഐ ആം എ ഫാർമർ. അപ്പോൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രാജു സേയ്സ് എന്ന് തന്നിട്ടുണ്ട്, അല്ലേ? രാജു സേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ടിംഗ് വെർബ് സേ, സേയ്സ്, ആസ്ക്സ്, വിൽ ആസ്ക്, ഇങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് വേർബുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലൊക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസ് മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ടെൻസ് മാറ്റാതെ തന്നിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ടെൻസ് മാറാത്തത് നോക്കുക. ഇവിടെ രാജു സേയ്സ് ദാറ്റ് ഹീ ഈസ് എ ഫാർമർ എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. രാജു സേയ്സ് ദാറ്റ് ഹീ ഈസ് എ ഫാർമർ. ടെൻസ് മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ, ബാക്കിയുള്ളതിലൊക്കെ നോക്കൂ. രാജു സെഡ് പാസ്റ്റ് ആണ് വരുന്നത്, അല്ലേ? രാജു സേയ്സ് ദാറ്റ് ഹി വാസ്. വാസ് വരുമ്പോൾ പാസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ രാജു സെഡ് ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ്? ടെൻസ് മാറ്റാതെയാണ് എഴുതേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്? സേയ്സ്, ആസ്ക്സ്, വിൽ ആസ്ക്, സേ എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വേർബുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ അവിടെ ടെൻസ് മാറ്റേണ്ട കാര്യമില്ല. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരിക? രാജു സേയ്സ് ദാറ്റ് ഹി ഈസ് എ ഫാർമർ എന്നുള്ളതാണ് വരിക. അടുത്ത ചോദ്യം നോക്കുക. ഈഫ് സച്ചിൻ ഹാഡ് പ്ലേഡ് ഡാഷ്. ഈഫ് സച്ചിൻ ഹാഡ് പ്ലേഡ് ഡാഷ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈഫ് ക്ലോസ് ആണ് വന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഈഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈഫ് ക്ലോസ് വന്നിട്ടുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും വരേണ്ടത്? ഒന്നുകിൽ വുഡ്, അല്ലെങ്കിൽ ഷുഡ്, മൈറ്റ്, അല്ലെങ്കിൽ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോമാണ് വരേണ്ടത്. ഓക്കെ, ഈഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസ് വരേണ്ടത് വുഡ്, അല്ലെങ്കിൽ ഷുഡ്, മൈറ്റ്, അല്ലെങ്കിൽ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോമാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക. വുഡ്, ഹാവ്, അല്ലേ? വുഡും ഹാവും V3യും കൂടെ വരുന്നത് ഏതാണ്? ദേ വുഡ് ഹാവ് വൺ. അതല്ലേ വരുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ദേ വുഡ് ഹാവ് വൺ ആണ് വരുന്നത്. ഈഫ് സച്ചിൻ ഹാഡ് പ്ലേഡ് ദേ വുഡ് ഹാവ് വൺ. അപ്പോൾ ഈഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ,
അടുത്ത ചോദ്യം നോക്കുക. ഹാപ്പിനെസ് കൺസിസ്റ്റ് ലാർജ്ലി ഡാഷ് കണ്ടെയ്ൻമെൻറ്റ്. ഹാപ്പിനെസ് കൺസിസ്റ്റ് ലാർജ്ലി ഡാഷ് കണ്ടെയ്ൻമെൻറ്റ്. എന്താണ് വരുന്നത്? ഇന്നാണ് വരിക. ഓക്കെ, ഹാപ്പിനെസ് കൺസിസ്റ്റ് ലാർജ്ലി ഇൻ കണ്ടെയ്ൻമെൻറ്റ് ആണ് വരിക കേട്ടോ. ഇന്നാണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. നോബഡി വാണ്ട്സ് ടു ബി പുവർ. ഇറ്റ്സ് ക്വസ്റ്റ്യൻ ടാഗ് ഈസ്. നോബഡി വാണ്ട്സ് ടു ബി പുവർ. ഇറ്റ്സ് ക്വസ്റ്റ്യൻ ടാഗ് ഈസ്. അപ്പോൾ ഇവിടെ എന്താണ്? നോബഡി എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി. നോബഡി ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അത് നമുക്ക് അറിയുന്നതാണ് അല്ലേ. പിന്നെ നോബഡി എന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട പ്രൊനൗൺ എന്താണ്? ദേ ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ ടാഗിൽ പ്രൊനൗൺ ദേ ആയതുകൊണ്ട് തന്നെ എന്താണ് വരേണ്ടത്? ഡു ദേ ആണ് വരേണ്ടത്. ഓക്കെ, ദേ വരുന്നത് കൊണ്ട് തന്നെ ഡു ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഡു ദേ എന്നുള്ളതാണ് ആൻസർ വരിക. നോബഡി വാണ്ട്സ് ടു ബി പുവർ, ഡു ദേ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നോബഡി വന്നതുകൊണ്ട് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. നോബഡി വന്നതുകൊണ്ട് തന്നെ പ്രൊനൗൺ ദേ ആയിരിക്കണം. ദേ വരുന്ന സമയത്ത് ഡു ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഹു ഈസ് എ മിസോഗിനിസ്റ്റ്. ഓക്കെ, ഹു ഈസ് എ മിസോഗിനിസ്റ്റ്? ആരാണ്? എ മാൻ ഹൂ ഹെയ്റ്റ്സ് വുമൺ. ഓക്കെ, എ മാൻ ഹൂ ഹെയ്റ്റ്സ് വുമൺ എന്ന് പറയുന്നതാണ് മിസോഗിനിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കുക. ബെല്ല ഡോണ മീൻസ്. ബെല്ല ഡോണ എന്ന് പറയുന്നത് എന്താണ്? എ പ്രെറ്റി വുമൺ ആണ് കേട്ടോ. എ പ്രെറ്റി വുമണിനെയാണ് ബെല്ല ഡോണ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കുക. മനു ഷോഡ് നോ സിമ്പതി ടുവേർഡ്സ് ദി പുവർ. മനു ഷോഡ് നോ സിമ്പതി ടുവേർഡ്സ് ദി പുവർ. ഹിസ് ആറ്റിറ്റ്യൂഡ് വാസ് ഫുൾ ഓഫ് എന്താണ് വരുന്നത് ഇവിടെ? ആൻറ്റിപ്പതി ആണ് അല്ലേ. സിമ്പതിയുടെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. മനു ഷോഡ് നോ സിമ്പതി ടുവേർഡ്സ് ദി പുവർ. ഹിസ് ആറ്റിറ്റ്യൂഡ് വാസ് ഫുൾ ഓഫ് ആൻറ്റിപ്പതി. ഓക്കെ, അപ്പോൾ സിമ്പതിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ആൻറ്റിപ്പതി. അടുത്ത ചോദ്യം നോക്കുക. റീപ്ലേസ് ദി വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് വിത്ത് വൺ വേർഡ്. ഓക്കെ, റീപ്ലേസ് ദി വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് വിത്ത് വൺ വേർഡ്. The cross was made sacred by the death of Jesus on it. The cross was made sacred by the death of Jesus on it. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ മെയ്ഡ് സീക്രഡ് എന്ന് പറയുന്നതിൻ്റെ വൺ വേർഡ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, മെയ്ഡ് സീക്രഡ് എന്ന് പറയുന്നതിൻ്റെ വൺ വേർഡ് എന്താണ് എന്നുള്ളതാണ്. എന്താണ് വരുന്നത്? സാങ്ക്ടിഫൈഡ് എന്നുള്ളതാണ് കേട്ടോ. സാങ്ക്ടിഫൈഡ്. ഓക്കെ, സാങ്ക്ടിഫൈഡ് എന്നുള്ളതാണ് മെയ്ഡ് സീക്രഡ് എന്നുള്ളതിൻ്റെ വൺ വേർഡ്. അടുത്ത ചോദ്യം നോക്കുക. ഹാങ് ടുഗെദർ മീൻസ്. ഹാങ് ടുഗെദർ മീൻസ് എന്താണ്? ഹാങ് ടുഗെദർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഇൻ യൂണിയൻ. ഓക്കെ, വർക്ക് ഇൻ യൂണിയൻ എന്നുള്ള മീനിങ് ആണ് ഹാങ് ടുഗെദർ വരുന്നത് കേട്ടോ. ഹാങ് ടുഗെദർ, വർക്ക് ഇൻ യൂണിയൻ. അടുത്ത ചോദ്യം നോക്കുക. ദ സിനോണിം ഓഫ് റിമോഴ്സ് ഈസ്. ദ സിനോണിം ഓഫ് റിമോഴ്സ്. റിമോഴ്സിൻ്റെ സിനോണിം എന്താണ് എന്നുള്ളതാണ്. റിഗ്രറ്റ് ആണ് കേട്ടോ. സിനോണിം എന്താണ്? റിഗ്രറ്റ് ആണ്. അപ്പോൾ റിമോഴ്സിൻ്റെ അതുപോലെ സിനോണിം വരുന്ന മറ്റു വേർഡ്സ് ആണ് റിപ്പൻറ്റൻസ്, അതുപോലെ തന്നെ ഗിൽറ്റ്. ഓക്കെ, റിപ്പൻറ്റൻസ്, ഗിൽറ്റ്, റിഗ്രറ്റ് എന്നുള്ളതൊക്കെ എന്താണ്? റിമോഴ്സിൻ്റെ സിനോണിംസ് ആണ്. അടുത്ത ചോദ്യം നോക്കുക. പീറ്റർ പോസ്റ്റഡ് ദി ലെറ്റർ. പീറ്റർ പോസ്റ്റഡ് ദി ലെറ്റർ. ചേഞ്ച് ദി വോയിസ് ഓഫ് ദി വെർബ്. ഓക്കെ, അതായത് വെർബിൻ്റെ വോയിസ് മാറ്റുകയെന്ന് വെച്ചാൽ എന്താണ്? പാസീവ് വോയിസിലോട്ട് മാറ്റുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് എന്താണ്? നമുക്ക് തന്നിട്ടുള്ളതിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ദ ലെറ്റർ ആണ്. ആ ഒബ്ജക്റ്റ് ആയിരിക്കും പിന്നീട് എന്തായിട്ട് വരിക? പാസീവ് ഫോമിലോട്ട് മാറ്റുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ ഏതാണ്? ദി ലെറ്റർ ആണ്. അപ്പോൾ നമ്മൾ പാസീവ് ഫോമിലോട്ട് മാറ്റുന്ന സമയത്ത് നമ്മുടെ ഫോം എങ്ങനെയാണ് വരുന്നത്? ഇവിടെയുള്ള ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ. ഓക്കെ, വാസ് ഓർ വെർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ഈ ഫോമിൽ കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജൻറ്റ്. ഈ ഫോമിൽ കിടക്കുന്നത് ഏതാണ്? ദ ലെറ്റർ വാസ് പോസ്റ്റഡ് ബൈ പീറ്റർ അല്ലേ. ദ ലെറ്റർ ഒബ്ജക്റ്റായി, വാസ് ഓർ വെർ അപ്പോൾ വാസായി, V3 പോസ്റ്റഡ്. ഓക്കെ, ദെൻ ബൈ ഏജൻറ്റ് പീറ്റർ. കിട്ടിയല്ലോ. അപ്പോൾ ദ ലെറ്റർ വാസ് പോസ്റ്റഡ് ബൈ പീറ്റർ. ഇതാണ് എന്ത്? പാസീവ് ഫോമിലോട്ട് മാറ്റുമ്പോൾ വരുന്നത്. അടുത്ത ചോദ്യം. നെയ്തർ സൂസൻ നോർ ടോം ഡാഷ് അവൈലബിൾ. നെയ്തർ സൂസൻ നോർ ടോം ഡാഷ് അവൈലബിൾ. എന്താണ് വരുന്നത്? ഈസ് ആണ് വരിക. നെയ്തർ സൂസൻ നോർ ടോം ഈസ് അവൈലബിൾ. എന്തുകൊണ്ടാണ്? അതായത് രണ്ട് സബ്ജക്റ്റ് ഉണ്ടല്ലോ ഇവിടെ. ഒന്ന് സൂസൻ, ഒന്ന്
ടോം. അപ്പോൾ രണ്ട് സബ്ജക്റ്റിനെ എന്ത് വെച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? നെയ്തർ നോർ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ രണ്ട് സബ്ജക്റ്റിനെ നെയ്തർ നോർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ചിട്ടാണ് വെർബ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആരാണ്? ടോം ആണ്. ടോം സിംഗുലർ ആണ്. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്താണ്? സിംഗുലർ ആയിട്ടുള്ള ഈസ് ആണ്. ബാക്കിയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആറ്, വേറെ, ഹാവ് ഇതെല്ലാം എന്താണ്? പ്ലൂറലിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ? ഈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ രണ്ട് സബ്ജക്റ്റ് വ്യത്യസ്തമായിട്ടുള്ള കണക്ഷൻസ് വെച്ചിട്ട് നമ്മൾ കുറേ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലെ സെയിം ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഒരേപോലെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നെയ്തർ സൂസൻ നോർ ടോം ഈസ് അവൈലബിൾ ആണ്. രണ്ട് സബ്ജക്റ്റിനെ നെയ്തർ നോർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. രണ്ടാമത്തെ സബ്ജക്റ്റ് ടോം എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഈസ് ആണ് ഇവിടെ വരിക. അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസ് ഈസ് റോങ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസ് ഈസ് റോങ്? ഇതിൽ തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. വൺ ഓഫ് ദി സ്റ്റുഡൻസ് റൈറ്റ് ദി എക്സാമിനേഷൻ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ദ ആക്സിഡൻറ്റ് ടുക്ക് പ്ലേസ് 2 days ago. മൈ റൂം ഈസ് അപ്സ്റ്റെയർസ്. അപ്പോൾ ഇവിടെ ഏതാണ് തെറ്റായിട്ടുള്ളത്? വൺ ഓഫ് ദി സ്റ്റുഡൻസ് റൈറ്റ് ദി എക്സാമിനേഷൻ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയാൻ കാരണം ഇവിടെ വൺ ഓഫ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വൺ ഓഫ് അല്ലെങ്കിൽ നോ വൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന സെൻറ്റൻസ് ആണെങ്കിൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കണം. ഓക്കെ, പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ നോക്കുക. വൺ ഓഫ് സ്റ്റുഡൻസ് റൈറ്റ് അല്ലേ, റൈറ്റ് ദി എക്സാമിനേഷൻ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും അല്ല തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതാക്കി മാറ്റണമെങ്കിൽ വൺ ഓഫ് സ്റ്റുഡൻസ് റൈറ്റ്സ് എന്നാക്കി മാറ്റണം അല്ലേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വെർബ് എന്താണ്? സിംഗുലർ അല്ല, പ്ലൂറൽ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ സിംഗുലർ ആക്കാനായിട്ട് നമ്മൾ റൈറ്റ്സ് ആക്കി മാറ്റണം. അപ്പോൾ വൺ ഓഫ് ദി സ്റ്റുഡൻസ് റൈറ്റ്സ് ദി എക്സാമിനേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത് വരിക. ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദി സ്റ്റുഡൻസ് റൈറ്റ് ദി എക്സാമിനേഷൻ എന്ന് തന്നിട്ടുള്ള സെൻറ്റൻസ് ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം. യു ഹാഡ് ബെറ്റർ ഡാഷ്. യു ഹാഡ് ബെറ്റർ ഡാഷ്. കൺസൾട്ടഡ് എ ഡോക്ടറാണോ, കൺസൾട്ട് എ ഡോക്ടറാണോ, കൺസൾട്ടിങ് എ ഡോക്ടറാണോ, ടു കൺസൾട്ട് എ ഡോക്ടറാണോ വരിക? അപ്പോൾ ഇവിടെ യു ഹാഡ് ബെറ്റർ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. പ്ലസ് ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബേസ് ഫോം ഓഫ് വെർബാണ് വരേണ്ടത്. ബേസ് ഫോം ഓഫ്. അപ്പോൾ കൺസൾട്ട് എന്ന് പറയുന്നതിൻ്റെ ബേസ് ഫോം എന്താണ് ഇവിടെ വരുന്നത്? കൺസൾട്ട് എ ഡോക്ടർ എന്നുള്ളതാണ് വരിക. ബാക്കിയൊക്കെ കൺസൾട്ടഡ്, കൺസൾട്ടിങ്, ടു കൺസൾട്ട് എന്നൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ബേസ് ഫോം വരുന്നത് ഏതാണ്? കൺസൾട്ട് എ ഡോക്ടറാണ്. അപ്പോൾ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. എന്തുകൊണ്ടാണ്? യു പ്ലസ് ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ ബേസ് ഫോം ഓഫ് വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. വി ഡാഷ് ഹിയർ ഫോർ ആൻ അവർ. വി ഡാഷ് ഹിയർ ഫോർ ആൻ അവർ. എന്താണ് ഇവിടെ വരിക? ഹാവ് ബീൻ വെയിറ്റിംഗ് ആണ്. അതായത് വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ആൻ അവർ. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ടെൻസിൻ്റെ വീഡിയോ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരേണ്ടത്. അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് സിൻസ് ഓർ ഫോർ പ്ലസ് പോയിന്റ് ഓഫ് ടൈം ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? വി ആണ്. ഹാസ് ഓർ ഹാവ്, വിയുടെ കൂടെ എന്താ വരിക? പ്ലൂറൽ ആയിട്ടുള്ള ഹാവ് ആണ് വരിക. പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING, അതായത് വെയിറ്റിംഗ് അല്ലേ. ഹിയർ ഫോർ ആൻ അവർ. ഫോർ അല്ലെങ്കിൽ സിൻസ് ആണ് വരേണ്ടത് ടൈമിൻ്റെ കൂടെ. അപ്പോൾ ഫോർ ആൻ അവർ. ഓക്കെ, അപ്പോൾ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ആൻ അവർ. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയോ ആണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മുൻവർഷ ചോദ്യങ്ങളും SCERT പാഠഭാഗങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.